അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ആറാമത്തെ ലിസാനുൽ ഖുർആൻ്റെ പാഠമാണ് ഒന്ന് വിശകലനം ചെയ്യുന്നത്. ഈ പാഠം അമാമൽ മാഇദ, ഇത് 6 ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കലാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. ഹെഡിങ്ങിൽ നമ്മൾ കണ്ടതുപോലെ അമാമൽ മാഇദ, തീൻമേശക്ക് മുമ്പിൽ, ഭക്ഷണം വെച്ച മേശക്കാണ് തീൻമേശ, അതായത് ഡൈനിങ് ടേബിൾ. ഈ അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അതിൽ ചുവന്ന കളറിൽ കാണുന്ന ആ പദങ്ങളൊക്കെ ഓരോ ഭാഗങ്ങളാണ്, 6 ഭാഗങ്ങൾ. മുൻഭാഗം, പിൻഭാഗം, ഇടതുവശം, വലതുവശം, താഴെ, മേലെ, മുകളിൽ, ഇങ്ങനെ 6 വശങ്ങളെക്കുറിച്ച് പരിചയപ്പെടാനാണ് ഈ പാടുന്നത്. സ്വല്ല അഅ്ദാഉൽ ഉസ്റത്തി സ്വലാത്ത ളുഹ്രി ജമാഅത്തൻ, കുടുംബാംഗങ്ങൾ, അഅ്ദാഉൽ ഉസ്റ എന്ന കുടുംബാംഗങ്ങൾ ളുഹ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. സ്വല്ലാന നിസ്കരിച്ചു. ഫഅഹ്ളറത്തിൽ ഉമ്മു അത്അമ അലൽ മാഇദ, അപ്പോൾ ഉമ്മ തീന്മേശമേൽ ഭക്ഷണം ഹാജരാക്കി, അത് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. അഹ്ലറാഞ്ഞ ഹാജരാക്കി. വജലസു അമാമൽ മാഇദത്തി ബഅദ ഗസ്ലിൻ യദി, വജലസു അവരിരുന്നു, അമാമൽ മാഇദത്തി ബഅദ ഗസ്ലിൻ യദി, കൈ കഴുകിയതിന് ശേഷം തീന്മേശക്ക് മുമ്പിൽ അവർ ഇരുന്നു. ജലസ ഇരുന്നു, ജലസൂ അവർ ഇരുന്നു. അപ്പോൾ അഅ്ദാഉൽ ഉസ്റത്തിനെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ജലസ. ഒരാളാവുമ്പോൾ ജലസ, കുറേ ആളാവുമ്പോൾ ജലസൂ അവർ ഇരുന്നു. അപ്പോൾ ജലസൂ അമാമൽ മാഇദത്തി ബഅദ ഗസ്ലിൻ യദി, കൈ കഴുകിയതിന് ശേഷം. ഞാൻ പോയിൻ്റ് ചെയ്യുന്നത് ആ വാക്കിൻ്റെ അർത്ഥമാണ്. അപ്പോൾ കൈ കഴുകിയതിന് ശേഷം തീന്മേശക്ക് മുമ്പിൽ അവർ ഇരുന്നു. ജലസൽ അബു, ഇവിടെ ജലസ, ജലസൽ അബു ഉപ്പയിരുന്നു. ഫി യമീനി ജാസിർ, ജാസിറിൻ്റെ വലതുവശത്തിൽ ഉപ്പ ഇരുന്നു. യമീന് വലതുവശം, ആ വലതുവശത്ത്, ജാസിറിൻ്റെ വലതുവശത്ത് ഉപ്പ ഇരുന്നു. വഫി ഷിമാലിഹി, അവൻ്റെ ഇടതുവശത്ത്, ഹീനന അവൻ്റെ, അതായത് ജാസിറിൻ്റെ, ഉമ്മുഹു ഉമ്മയും ഇരുന്നു. അപ്പോൾ ഈ ഇരുന്നു എന്നുള്ള നമുക്ക് ബന്ധിപ്പിക്കണം. വഫി ഷിമാലിഹി ഉമ്മുഹു വ ഉഖ്തുഹു അനീസ, അപ്പോൾ അവൻ്റെ ഇടതുവശത്ത് അവൻ്റെ ഉമ്മയും അവൻ്റെ സഹോദരി അനീസയും, അത്രേ ഉള്ളൂ അതിനർത്ഥം. അതായത് ഇതിക്ക് ബന്ധിപ്പിക്കുക ഇരുന്നു. വഖാലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വബദഉൽ അക്ല, തീറ്റ തുടങ്ങി. അക്കല് തീറ്റ, ബദഉ തുടങ്ങി. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അവർ തീറ്റ തുടങ്ങി, അക്കല് തീറ്റ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ പ്രധാനമൊന്നുമല്ല, അപ്പോൾ അത് മനസ്സിലാക്കുക, എത്ര അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഹുനാക ബാഖത്തു അസ്ഹാരിൻ അലത്വാവിലത്തി വറാ അൽ അബി, ഉപ്പയുടെ പുറകിലുള്ള മേശന്മേൽ അവിടെ ഒരു പൂക്കളുടെ കൂട്ടമുണ്ട്. ബാക്കത്ത് ബൊക്കറ്റ്, കൂട്ടം, ബൊക്ക, അതിൻ്റെ കുറേ പൂക്കൾ കൂട്ടി വെച്ചതിനാണ് ബൊക്കത്ത്. അവിടെ പാട് ചട്ടിയാണുള്ളത്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, അപ്പോൾ അതിൻ്റെ പുറകിലുള്ള മേശം ഒരു ചെടിച്ചട്ടിൻ്റെ, അതിൽ കുറേ പൂക്കൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കത്തു അസ്ഹാരി, സഹറത്തുൻ ജമ് അസ്ഹാർ, പൂക്കൾ. അപ്പോൾ പൂക്കളുടെ ഒരു പൊക്കറ്റ്, ഒരു കൂട്ടം അവിടെയുണ്ട്. അലത്വാവിലെത്തി മേശമേൽ വറ അൽ നബി, ഉപ്പക്ക് പുറകിൽ. ഒന്നിച്ചു വരുമ്പോൾ ഉപ്പയുടെ പുറകിലുള്ള മേശമേൽ, ഉപ്പയുടെ പുറകിലുള്ള മേശമേൽ അവിടെ ഒരു പൂക്കളുടെ കൂട്ടമുണ്ട്. വജാ അൽ ഖിത്തു വജലസ തഹത്ത ത്വാവിന, പൂച്ച വന്നു മേശക്കടിയിൽ ഇരുന്നു. പൂച്ച വന്നു മേശക്കടിയിൽ ഇരുന്നു. ഈ മേശൻ്റെ അടിയിലാണ് പൂച്ച ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പറയുന്നത്. തഹ്ത, അങ്ങനെ തായ്ഭാഗത്ത് ഇരിക്കണീനാണ് തഹ്ത എന്ന് ഉപയോഗിക്കുക.
അപ്പോൾ വജാ അൽ ഖിത്തു വജലസ തഹ്ത ത്വാവില, പൂച്ച വന്ന് മേശക്കടിയിൽ ഇരുന്നു. അപ്പോൾ കാനത്തിൽ മിർവഹത്തു തദൂറു ഫൗഖഹും, മിർവഹത്ത് എന്ന ഫാന് അവർക്ക് മുകളിൽ, ഫൗഖഹും അവർക്ക് മുകളിൽ കറങ്ങുകയായിരുന്നു. ഫാന് അവർക്ക് മുകളിൽ കറങ്ങുകയായിരുന്നു. കാനത്ത് തദൂറു എന്ന കറങ്ങുന്നു. ഇതിൻ്റെ മുമ്പ് ഈ കാന വന്നാൽ കറങ്ങുകയായിരുന്നു, മുൻകാലത്തൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതിനൊക്കെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കാറുള്ളത്. അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ. ഇനി വബഅദൽ അഖിലി ഖാലൂ, തിന്നതിന് ശേഷം അവർ പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പറഞ്ഞു. തിന്നതിന് ശേഷം അൽഹംദുലില്ലാ വലാ ഖുവ്വ എന്ന അതുവരെയുള്ള ദിക്ർ അവർ പറഞ്ഞു. ഖാലൂ എന്ന് അവർ പറഞ്ഞു. ബഅദ ശേഷം, ഖബല മുമ്പ്. അപ്പോൾ തിന്നതിന് ശേഷം, തീറ്റയ്ക്ക് ശേഷം. ഈ ദിക്റിൻ്റെ അർത്ഥമാണ് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ, എന്നെ നീ എന്നുള്ള എന്നെ, അത്തമ എന്നെ ഇത്, ഹാദ ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി, എൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു അധ്വാനവും കൂടാതെ. ഹൗലി ഞാൻ തെറ്റാണ്, ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നീങ്ങാതെ. ഖുവ്വ ശക്തിയും കൂടാതെ. അപ്പോൾ എൻ്റെ ഒരു അധ്വാനവും ശക്തിയും കൂടാതെ എനിക്കത് നൽകുകയും എന്നെ ഇത് ഭക്ഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് തിന്നതിന് ശേഷം പറഞ്ഞു. ഇതാണ് പാഠഭാഗം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വന്ന ആ ഭാഗമാണ് നോട്ട് ചെയ്തിട്ട് കള്ളിയിൽ കൊടുത്തിട്ടുള്ളത്. അമാമൽ മാഇദ, തീന്മേശക്ക് മുന്നിൽ. ഫി യമീനി ജാസിർ, ജാസിറിൻ്റെ വലതുവശത്ത്. മറ്റടുത്ത് ഫി ഷിമാലിഹി എന്നാണുള്ളത്. അതിന് പകരം ഇവിടെ ഫി ഷിമാലിൽ ഉമ്മി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉമ്മയുടെ ഇടതുവശത്ത്. അവിടെ ശരിക്കും ഫി ഷിമാലി കഴിഞ്ഞാൽ ഷിമാലി ജാസിറാണ് വരുന്നത്, അവൻ്റെ ഇടതുവശത്ത് നിന്നാണ്. ഇവിടെ ഏതായാലും കൊടുത്തതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക. തഹ്ത ത്വാവിനത്തി, മേശക്ക് താഴെ. വറാ അൽ അബി, ഉപ്പക്ക് പുറകിൽ അല്ലെങ്കിൽ ഉപ്പക്ക് പിന്നിൽ. ഫൗഖഹും, അവരുടെ മുകളിൽ. ഓക്കെ. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നുക്കമ്മിലു ബി അസ്മാ ഇൽ ജിഹാത്തി വ നുതർജിമുഹ കമാ ഫിൽ മിസാലിനാണ്. നുക്കമ്മിലു ബി അസ്മാ ഇൽ ജിഹാത്തി, ജിഹാത്ത് എന്ന ഭാഗങ്ങളുടെ പേരുകൾ കൊണ്ട് പൂരിപ്പിക്കാം. എന്നിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ അതിൻ്റെ തർജ്ജമ നമുക്ക് എഴുതാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് അമാമ എന്നിവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അമാമൽ മദ്രസത്തി ബുസ്താൻ. ഇവിടെ ബ്രാക്കറ്റിൽ അമാമ കൊടുത്തിട്ടുണ്ട്. ഈ അമാമയാണ് ഇവിടെ എടുത്ത് എഴുതിയത്. അതിൻ്റെ അർത്ഥം മുന്നിൽ എന്നാണ്. ഇത് കുട്ടികൾ എഴുതുമ്പോൾ ഇത് ഫുള്ളായിട്ട് എഴുതിയിട്ടും പറഞ്ഞിട്ടും പരിശീലിച്ചാൽ കുട്ടികൾക്ക് ഭാഷയുടെ കഴിവുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി പഠിക്കുന്നതായിരിക്കും നന്നാവുന്നത്. വെറും മുന്നിൽ എന്ന് എഴുതിയാൽ ഇത് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടൂല. അപ്പോൾ അമാമൽ മദ്രസത്തി ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. അമാമൽ മദ്രസത്തി, അപ്പോൾ എന്താണോ അതിൻ്റെ ശേഷം വന്ന് അതിൻ്റെ മുന്നിൽ. അമാമൽ ഉസ്താദി, ഉസ്താദിൻ്റെ മുമ്പിൽ. അമാമൽ മഖഅദി, ബെഞ്ചിൻ്റെ മുമ്പിൽ. അമാമത്വാവിലത്തി, മേശക്ക് മുമ്പിൽ. അപ്പോൾ അതേമാതിരി അമാമൽ മദ്രസത്തി ബുസ്താനുൻ, മദ്രസക്ക് മുമ്പിൽ പൂന്തോട്ടമുണ്ട്. ഉണ്ട് എന്നുള്ളതിന് ആണ് എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ച് അറബിയിൽ പദം ഉണ്ടാവില്ല. അപ്പോൾ മദ്രസക്ക് മുമ്പിൽ പൂന്തോട്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥമെങ്കിലും അത് കൂടിച്ചേരുമ്പോൾ മദ്രസക്ക് മുമ്പിൽ പൂന്തോട്ടമുണ്ട് എന്നർത്ഥം വരും. അപ്പോൾ അതാണ് ഇവിടെ ആശയമായിട്ട് അർത്ഥമായിട്ട് പരിശീലിക്കേണ്ടത്. നോട്ട് ബുക്കിലേക്ക് എഴുതി പരിശീലിക്കുക. ഇതിൽ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഡാഷ് ഉണ്ട്, ഇവിടെ പൂരിപ്പിക്കണം. വറ എന്നാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ വറ അൽ ബൈത്തി ജബലുൻ സഗീറുൻ. വറ അൽ ബൈത്തി, ബൈത്ത് എന്ന വീട് എന്നാണ്, ജബൽ എന്ന പർവ്വതം എന്നാണ്, സഗീർ എന്ന ചെറുതെന്ന്. അപ്പോൾ വീടിൻ്റെ പുറകിൽ ചെറിയ മലയുണ്ട്, ഒരു ചെറിയ മലയുണ്ട്. ഈ യമീന് അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്, വലതുവശം. അപ്പോൾ നംഷി, നാം നടക്കുന്നു. ഫി യമീനി ശാരിഇ, റോഡിൻ്റെ വലതുവശത്ത് നാം നടക്കുന്നു. റോഡിൻ്റെ വലതുവശത്ത് നാം നടക്കുന്നു. യമീൻ എന്ന വലതുവശം, ശാരി റോഡ്. ഇനി നബസുക്കു, നാം തുപ്പുന്നു. ഇലാ ഷിമാലിന, നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നതിനാണ്. മദ്രസത്തുന, നമ്മുടെ മദ്രസ.
കിതാബുന നമ്മുടെ കിതാബ്, അതേമാതിരി ഷിമാലിനാന നമ്മുടെ ഇടതുവശം. അപ്പോൾ നമ്മുടെ ഇടതുവശത്തേക്ക് നാം തുപ്പുന്നു. നബുസുക്കു നാം തുപ്പുന്നു, അല്ലെങ്കിൽ നാം തുപ്പണം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കാം. അത് നാം തുപ്പുന്നു അല്ലെങ്കിൽ തുപ്പും, ഇത് മുലാരിയായ ഫീലാണ്. അപ്പോൾ അർത്ഥാണ് ശരിക്കും വരിക. ചില സന്ദർഭങ്ങളിൽ അത് കൽപ്പനയുടെ രൂപത്തിലും അത് ഉപയോഗിക്കണം. അപ്പം നമ്മൾ നാം തുപ്പണം, ഇവിടെയൊക്കെ നുക്കമ്മിലു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇതും ഉപയോഗിക്കാം. അപ്പോൾ നാം തുപ്പണം, അല്ല നമ്മുടെ ഇടതുവശത്തേക്ക് നാം തുപ്പണം. ഇതിൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികൾക്ക് മര്യാദ പഠിപ്പിക്കുകയും കൂടി ചെയ്യണം. ഈ യജിരിസുൽ ഖിത്തു പൂച്ച ഇരിക്കുന്നു, തഹ്തത്വാവിലെത്തി മേശക്കടിയിൽ, അപ്പോൾ മേശക്ക് താഴെ പൂച്ച ഇരിക്കുന്നു. യതീറുൽ ഖുറാബു ഫൗക്കൽ ബൈത്തി കാക്ക വീടിൻ്റെ മുകളിലൂടെ പറക്കുന്നു. യതീറു പറക്കുന്നു, അൽ ഖുറാബു കാക്ക, ഫൗക്കൽ ബൈത്തി വീടിൻ്റെ മുകളിലൂടെ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നക്തഷിഫുൽ ളിദ്ദ കമാഫിൽ മിതാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ വിപരീതം നമുക്ക് കണ്ടെത്താം എന്നാണ്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് അമാമ, അതിൻ്റെ ഓപ്പോസിറ്റ് വറ. അമാമ ഞാൻ മുന്നിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് വറ. അപ്പോൾ ഇനി ഫൗക്ക, അതിൻ്റെ ഓപ്പോസിറ്റ് എന്തേക്കാരം മുകളിൽ നിന്നാവുമ്പോൾ താഴെ എന്ന് വരണം. താഴെ എന്നുള്ളതിന് കുട്ടികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് എഴുതാം, തഹ്ത അല്ലേ, ഈ തഹ്ത ഇവിടേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റിലൂടെ ഫൗക്കയും വരും. യമീനുൻ വലതുവശം, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഷിമാൽ ഇവിടെ ഇടതുവശം. അപ്പോൾ ഇത് ചെയ്താൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും ചെയ്താൽ മതി. ഇവിടെ യമീന് ഷിമാല ഇരിക്കണമെങ്കിൽ ഷിമാലിന് യമീൻ, വറാഇന് പിന്നെ അമാമ്, അതേപോലെ തഹ്തക്ക് ഫൗക്ക. ഇങ്ങനെയാണ് രണ്ടാമത്തെ പ്രവർത്തനം. സിമ്പിളായ പ്രവർത്തനമാണ്. കുട്ടികൾക്ക് ആ ജിഹാത്ത് കൃത്യമായി മനസ്സിലാക്കാനാണത് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത് നഫ്ഹമുൽ ജിഹാത്തി വനുക്കമ്മിലു, ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് പൂരിപ്പിക്കാം എന്നാണ്. ഒരു കുട്ടി മുന്നിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന രൂപമാണുള്ളത്. മുന്നിലേക്ക് തിരിയുമ്പോൾ കുട്ടിയുടെ വലത് കൈ ഈ വശത്തായിട്ട് ഇരിക്കുക, അതായത് അതാണ് വലതുവശം. അപ്പോൾ ആ വലതുവശത്തിന് യമീന്, മുന്ന് അമാമ്, മുകളിൽ ഫൗക്ക, താഴെ തഹ്ത, ഇടതുവശം ഷിമാല്. ഏത് ഭാഗത്താണോ വലത് കൈ ഈ രൂപത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുക, കുട്ടികളൊന്ന് നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ആ ഭാഗത്തിന് യമീന് കൊടുക്കുക, ഷിമാല്. ഇനി ആ കുട്ടി തിരിഞ്ഞ് നിന്നിട്ട് ബാക്കി ഭാഗം കുട്ടിയോട് എഴുതാനാണ് പറയുന്നത്. വറാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ അങ്ങേപ്പുറമായിരിക്കും അമാമ്, അപ്പോൾ അതിവിടെ കാണൂല. ഇവിടെ മാറ്റം വരുന്നത് ഫൗക്ക ഏതായാലും മാറൂല, കാരണം കുട്ടിയുടെ മുകൾ വശം പോയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫൗക്ക ഇവിടെ തന്നെ വരിക, തഹ്ത ഇവിടെ തന്നെയാണ് വരിക. എന്നാൽ യമീനും ഷിമാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, കാരണം കുട്ടിയുടെ കയ്യിൻ്റെ രൂപം മാറി നമുക്ക് കാണുന്ന രൂപത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ യമീന് വന്നു, ഈ ഭാഗത്തേക്ക് ഷിമാല് വന്നു. അത്ര അത് ഫില്ല് ചെയ്യാനുള്ളൂ. നസിലു ബിൽ മുനാസിബൈനി കമാഫിൽ മിസാൽ, ഇതിൽ നിന്ന് രണ്ടെണ്ണം, ഈ ഓരോന്നിനും ഈ ഭാഗത്തു നിന്നുള്ള രണ്ടെണ്ണം എടുത്തിട്ട് ഇതിനോട് ചേർക്കാനാണ്. അപ്പോൾ രണ്ടെണ്ണം എടുക്കണം. അപ്പോൾ അമാമൽ ബൈത്തി, ഇവിടെ മോഡൽ കൊടുത്ത് നോക്കാം. അമാമൽ ബൈത്തി വീടിന് മുമ്പിൽ, നെഹ്റുൻ സഗീറുൻ ചെറിയ ഒരു നദിയുണ്ട്. പിന്നെ അമാമൽ ബൈത്തി യനാമുൽ വനമു വീടിൻ്റെ മുമ്പിൽ ആട് ഉറങ്ങുന്നു. ഇത് ഇതിനോടനുബന്ധിച്ച് ഇത് ചേർത്ത് നോക്കിയാൽ നമുക്ക് യോജിക്കില്ല. കാരണം അമാമൽ ബൈത്തി ഫൗക്കൽ ജബലീന, ഫൗക്കൽ ജബലി പറഞ്ഞാൽ മലമുകളിൽ നിന്ന്, വീടിൻ്റെ മുമ്പിൽ മലമുകളിൽ നിന്ന് രണ്ടും ബന്ധമില്ല. പിന്നെ ഈ അമാമൽ ബൈത്തി തഹ്ത ഷജറ വീടിന് മുമ്പിൽ മരത്തിന് താഴെ എന്ന് പറഞ്ഞാലും ഒരു ബന്ധം യോജിക്കണില്ല. അപ്പോൾ ഈ ബന്ധം യോജിക്കുന്നത് രണ്ടെണ്ണമാണ് ഓരോന്നും ഉണ്ടാകുക, അതെടുത്ത് എഴുതാനാണ്. രണ്ടാമത്തെ ഇതാ യതീറു ത്വാഇറു പക്ഷി പറക്കുന്നു. പക്ഷി പറക്കൽ എന്താണ്? ഫൗക്കൽ ജബലി മലക്ക് മുകളിൽ പക്ഷി പറക്കുന്നു. ഇനി അതേപോലെ യതീറുൽ ത്വാഇറു തഹ്ത ഷജറ, അതായത് മരത്തിൻ്റെ താഴെ പറഞ്ഞാൽ ഇലക്ക് താഴെ, അതായത് മരത്തിൻ്റെ അടിയിക്ക് എന്നുള്ള രൂപത്തിൽ വരില്ല. സാധാരണ തഹ്തീം ഫൗക്കി അങ്ങനെയാണ് പറയുന്നത്. മരത്തിൻ്റെ ഇലക്ക് മുകളിലൂടെ പറക്കുമ്പോഴും മരത്തിൻ്റെ ഇലക്കടിയിലൂടെയും അതിൻ്റെ മരത്തിൻ്റെ തായ്ഭാഗം കൂട്ടാതെയാണ് പ്രയോഗത്തിലുണ്ടാകാറുള്ളത്. അതിൻ്റെ താഴെ ഇരിക്കുമ്പോഴാണ് തഹ്ത ഷജറ എന്നൊക്കെ പറയാം. ഓക്കെ, മരത്തിനടിയിൽ നിന്ന് അതാണ് ആ ഇലക്ക് താഴെ. അപ്പോൾ അതായത് യതീറു ത്വാഇറു തഹ്ത ഷജറ. അപ്പോൾ അത് രണ്ടും യോജിക്കും, മറ്റേ രണ്ടും അർത്ഥം കൊണ്ട് യോജിക്കൂല. ഇനി വറാ അൽ ജിദാരി മതിലിന് പുറകിൽ എന്തുണ്ട്? മതിലിന് പുറകിൽ നെഹ്റുൻ സഗീറുൻ ഒരു ചെറിയ നദിയുണ്ട്. അതേപോലെ തന്നെ വറാ അൽ ജിദാരി യനാമുൽ വനമു ആട് ഉറങ്ങുന്നു. യൽ അബുൽ ഇബ്നു കുട്ടി കളിക്കുന്നു. ഫൗക്കൽ ജബലി മലക്ക് മുകളിൽ പോയിട്ട് കുട്ടി കളിക്കുന്നു, കളിക്കാൻ പറ്റുമല്ലോ. നെഹ്റുൻ സഗീറുൻ യോജിക്കൂല. യൽ അബുൽ ഇബ്നു തഹ്ത ഷജറത്തി മരത്തിന് താഴെ കുട്ടി കളിക്കുന്നു. ഇതൊക്കെ കൃത്യമായി അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതിയാലേ കുട്ടികൾക്ക് ഇത് പരീക്ഷയ്ക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞാനിത് പറഞ്ഞു തന്ന ക്ലാസ്സിൽ നിന്ന് വ്യക്തമായി ഇത് കൊടുത്തതാണ്. പക്ഷെ അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂട്യൂബ് ചെയ്യേണ്ടി വന്നത്. ഇൻഷാ അല്ലാഹ് ഇത് നോക്കിയിട്ട് കൃത്യമായി മനസ്സിലാക്കി ആ പ്രവർത്തനങ്ങൾ ചെയ്യുക. അടുത്ത പ്രവർത്തനം നഖ്താറുൽ കലിമാത്തി മിനൽ മുറബായി
ഇവിടെ കള്ളിയിൽ കുറേ പദങ്ങൾ തന്നിട്ടുണ്ട്. ഈ പദങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക, എടുത്തിട്ട് അതിനെ ഓർഡറാക്കി എഴുതുക. അതിനെ ഓർഡർ ചെയ്താനുള്ള രൂപം ഇവിടെ വന്നിട്ടുണ്ട്. തോവിലത്തുൻ മേശ, ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടക്ക, ബബറാ തത്ത, ഓനമ് ആട്, അർനബ് മുയൽ, തൊമാത്തിമ് തക്കാളി, ഹമാമത്ത് പ്രാവ്, ബക്കറത്ത് പശു, ഉറാബ് കാക്ക, ഫസ് കോടാലി, ഖിയാറ് കക്കിരി, ദൽവ് ബക്കറ്റ്. അപ്പോൾ ഈ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയാലേ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കള്ളിയിൽ നിന്ന് കലിമാത്തുകളെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് താഴെയുള്ള ഓർഡറിൽ ഇതിനെ ക്രമീകരിക്കുകയും ചെയ്യാനാണ്. അപ്പോൾ അൽ ബഹാഇമു ഫി യമീനിൽ ഇബിനി, കുട്ടിയുടെ വലതുവശത്ത് മൃഗങ്ങളുടെ പേരുകൾ കൊടുക്കണം. വൽ ഖൽഗാവാത്തു തഹ്തഹു, അതിൻ്റെ തായ് ഭാഗത്ത് പച്ചക്കറികൾ കൊടുക്കണം. വ തുയൂറു ഫി ഷിമാലിഹി, പക്ഷികൾ അവൻ്റെ ഇടതുവശത്തും വെക്കണം. അപ്പോൾ അദവാത്തുൽ മൻസിരി ഫൗഖഹു, വീട്ടുപകരണങ്ങൾ അവൻ്റെ മുകളിലും കൊടുക്കണം. ബാക്കി പിന്നീട്